कुंज बिहारी राधा माधवा कुंज बिहारी जय गोपी वल्लभा जय गिरिवरधारी जय गिरिवरधारी जय गोपी गिरिवरधारी जय गिरिवरधारी यशोदनंदन बलराम की जय, श्री जगन्नाथ बलदेव सुभद्रा माई सुदर्शन की जय, श्री गौरताय की जय, श्री प्रभुपाद की जय, श्री गुरुदेव की जय, अनंत कोटि वैष्णव की जय। हरे कृष्णा। ബുദ്ധിമുട്ടില്ലാത്തവർക്ക് വീഡിയോ ഇടാം. അപ്പൊ നമുക്ക് ആരൊക്കെയാണ് കാണാൻ പറ്റും, ഇന്ററാക്ട് ചെയ്യാനായിട്ട് എളുപ്പമായിരിക്കും. പ്രണമ്യ മാത്രം വീഡിയോ ഇട്ടിട്ടുണ്ട്. വേറെ ജ്യോതിർമയി മാതാജി ഓണാക്കാം മാതാജി. താങ്ക് യു. പ്രണമ്യക്ക് നമ്മൾ കഴിഞ്ഞ ആഴ്ച ഡിസ്കസ് ചെയ്ത സ്റ്റോറി ഓർമ്മയുണ്ടോ? ഇഷ്ടപ്പെട്ടായിരുന്നോ കഴിഞ്ഞ ആഴ്ചത്തെ കഥ? ഇഷ്ടപ്പെട്ടോ? ഓർമ്മയുണ്ടോ മോക്ക്? ഞാൻ പറഞ്ഞു തരട്ടെ, ചെറിയൊരു സ്പാരോയുടെ കഥ ഓർമ്മയുണ്ടോ?
അനയ്ക്ക് ഓർമ്മയുണ്ടോ കഴിഞ്ഞ ആഴ്ച നമ്മൾ എന്താ കഥ കേട്ടത്? നമുക്ക് ഒന്നുകൂടെ ചെറുതായിട്ടൊന്ന് കഴിഞ്ഞ ആഴ്ച എന്താ കേട്ടതെന്ന് ചെറുതായിട്ടൊന്ന് ഒന്നുകൂടെ ഒന്ന് ഓർത്തെടുത്തിട്ട് നമുക്ക് അടുത്ത കഥയിലോട്ട് പോകാം. നമ്മൾ കഴിഞ്ഞ ആഴ്ച ഡിറ്റർമിനേഷനെ കുറിച്ചാണ് വായിച്ചത്. എങ്ങനെയാണ് ഒരു കുഞ്ഞ് സ്പാരോ അതിന്റെ ഡിറ്റർമിനേഷൻ കാരണം കടൽ എടുത്തുകൊണ്ട് പോയ മുട്ട തിരിച്ചു കിട്ടിയത്, ആ കഥയും പിന്നെ ഭഗീരഥന്റെ ഡിറ്റർമിനേഷനെ കുറിച്ചും കേട്ടു. എങ്ങനെയാണ് ഗംഗാമയ്യെ ഭഗീരഥൻ എന്ന് പറഞ്ഞൊരു രാജാവ്, ഒരുപാട് രാജാക്കന്മാര് ശ്രമിച്ചിട്ട് നടക്കാത്ത ഒരു കാര്യമായിരുന്നു ഗംഗാ നദി ഭൂമിയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത്. എങ്ങനെയാണ് ഭഗീരഥൻ അതിൽ സക്സസ്ഫുൾ ആയെന്ന് നമ്മൾ കേട്ടു. അപ്പൊ അതിൽ നമ്മൾ എന്തായിരുന്നു മനസ്സിലാക്കിയത്? നമ്മൾ ഡിറ്റർമൈൻഡ് ആയിട്ട് എല്ലാം ചെയ്യണം. നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോൾ അതിൽ നല്ല ഫോക്കസ്ഡ് ആയിട്ട് എപ്പോഴും അത് തന്നെ തുടർന്നുകൊണ്ടിരിക്കണം, ഇടയ്ക്ക് അത് ബ്രേക്ക് ചെയ്യാതെ എപ്പോഴും അതേ കാര്യം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരുന്നാൽ നമുക്ക് വിജയം കിട്ടുമെന്ന് നമ്മൾ മനസ്സിലാക്കിയായിരുന്നു. ആ ശ്ലോകം നമുക്ക് ഒന്നുകൂടെ വായിക്കാം. കഴിഞ്ഞ ആഴ്ച നമ്മൾ പഠിച്ച ശ്ലോകം നമുക്ക് ഒന്നുകൂടെ വായിക്കാം. കൂടെ പറയണേ. വ്യവസായാത്മികാ ബുദ്ധിർ ഏകേഹ കുരു നന്ദന ബഹുശാഖാ ഹി അനന്തശ്ച ബുദ്ധയോ അവ്യവസായിനം. വ്യവസായാത്മികാ ബുദ്ധിർ ഏകേഹ കുരു നന്ദന ബഹുശാഖാ ഹി അനന്തശ്ച ബുദ്ധയോ അവ്യവസായിനം. ഇപ്പൊ നമ്മള് ഭഗവത്ഗീതയിലെ കുറച്ച് ശ്ലോകങ്ങൾ വെച്ചിട്ട് കുറച്ച് ഷോർട്ട് സ്റ്റോറീസ് വെച്ച് അതിൽ നിന്ന് നമുക്ക് ഉൾക്കൊള്ളാനും നമ്മുടെ ലൈഫിൽ ഫോളോ ചെയ്യാനും പറ്റുന്ന ചെറിയ സദ്ഗുണങ്ങള്, ചില സദ്ഗുണങ്ങൾ, കുറച്ച് ക്വാളിറ്റീസിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. കഴിഞ്ഞ ആഴ്ച നമ്മൾ ഡിറ്റർമിനേഷനെ കുറിച്ച് ഡിസ്കസ് ചെയ്തു. ഇന്ന് ഈ ആഴ്ച നമ്മൾ സംസാരിക്കാൻ പോകുന്നത് സ്പിരിച്വൽ വിഷൻ. നമ്മള് എങ്ങനെയാണ് എല്ലാ കാര്യങ്ങളും നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാരെയും എല്ലാരെയും നമ്മൾ ആധ്യാത്മികമായിട്ട് കാണുന്നത്. നമ്മളിപ്പം നമ്മുടെ കൂട്ടുകാരുണ്ട്, നമ്മൾ ഇടപെടുന്ന ആൾക്കാരുണ്ട്, എല്ലാവരുമായിട്ട് നമുക്ക് എങ്ങനെ നല്ല രീതിയിൽ എല്ലാവരുമായിട്ട് ഇടപെടാം എന്നുള്ളതിനെ കുറിച്ചാണ് ഇന്നത്തെ ശ്ലോകത്തിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പം ഭഗവത്ഗീത 5-ാമത്തെ ചാപ്റ്റർ 18-ാമത്തെ ശ്ലോകമാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. വിദ്യ, ഞാൻ ഓരോ വാക്ക് പറയാം, കൂടെ പറയണേ. വിദ്യ വിനയ സമ്പന്നേ വിദ്യ വിനയ സമ്പന്നേ ബ്രാഹ്മണേ ഗവി ഹസ്തിനി ബ്രാഹ്മണേ ഗവി ഹസ്തിനി സുനി ചൈവ സ്വപാകേ ച സുനി ചൈവ സ്വപാകേ ച പണ്ഡിതഃ സമ ദർശിനഃ പണ്ഡിതഃ സമ ദർശിനഃ. ഇനി ഓരോരോ വരിയായിട്ട് പറയാം, കൂടെ പറയണേ. വിദ്യാ വിനയ സമ്പന്നേ വിദ്യാ വിനയ സമ്പന്നേ ബ്രാഹ്മണേ ഗവിഹസ്തിനി ബ്രാഹ്മണേ ഗവിഹസ്തിനി ബ്രാഹ്മണേ ഗവിഹസ്തിനി ബ്രാഹ്മണേ ഗവിഹസ്തിനി സുനി ചൈവ സ്വപാകേ ച സുനി ചൈവ സ്വപാകേ ച സുനി ചൈവ സ്വപാകേ ച സുനി ചൈവ സ്വപാകേ ച പണ്ഡിതഃ സമദർശിനഃ പണ്ഡിതഃ സമദർശിനഃ
ഒരിക്കൽ കൂടെ പറയാം. വിദ്യാവിനയ സമ്പന്നേ വിദ്യാവിനയ സമ്പന്നേ ബ്രാഹ്മണേ ഗവിഹസ്തിനി ബ്രാഹ്മണേ ഗവിഹസ്തിനി സുനി ചൈവ സ്വപാകേ ച ശുനി ചൈവ ശോഭാകേ ച പണ്ഡിതഃ സമദർശിനഃ. പണ്ഡിതഃ സമദർശിനഃ. ആരാദ്യം പറയും ശ്ലോകം? അന്നൈ പറയുന്നോ? ഞാൻ പറയാം. അനക്ക് ഒറ്റയ്ക്ക് പറയാമോ അതോ ഞാൻ പറഞ്ഞിട്ട് കൂടെ പറയുമോ? ഒറ്റയ്ക്ക്. ഒറ്റയ്ക്ക്. ശരി, പറയും. വിദ്യാവിനയ സമ്പന്നേ ബ്രാഹ്മണേ ഗവിഹസ്തിനി ശുനി ചൈവ ശോഭാകേ ച പണ്ഡിത സമദർശന. വെരി ഗുഡ്. പ്രണമ്യ പറയോ? ഞാൻ പറഞ്ഞു തരണോ പ്രണമ്യ ഒറ്റയ്ക്ക് പറയോ? ഞാൻ പറയട്ടെ, പ്രണമ്യ കൂടെ പറയോ? വിദ്യാവിനയ സമ്പന്നേ ബ്രാഹ്മണേ ഗവിഹസ്തിനി സുനി ചൈവ സ്വപാകേ ച പണ്ഡിതഃ സമദർശിനഃ. പണ്ഡിതഃ സമദർശിനഃ. താങ്ക് യു പ്രണമ്യ. വേറെ ആർക്കെങ്കിലും പറയണോ ശ്ലോകം? ഈ ശ്ലോകത്തിന്റെ അർത്ഥം ശരിക്കും വിദ്യ, നല്ല അറിവുള്ള ഒരാളും വിനയമുള്ള ആളും അവര് ശരിക്കും ഏറ്റവും പണ്ഡിതനായ ഒരാള് എല്ലാ ആൾക്കാരെയും ഒരേപോലെയാണ് കാണുന്നത്. നമുക്ക് മനസ്സിലാക്കാം, കുട്ടികൾക്ക് മനസ്സിലാക്കാൻ എളുപ്പത്തിന്. നമ്മള് ഒരു ആനയായാലും ആനിമൽസിനെ ആയാലും മനുഷ്യരെ ആയാലും എല്ലാവരെയും ഒരേ രീതിയിലാണ് കാണുന്നതെന്നാണ് ഈ ശ്ലോകം പറയുന്നത്. പക്ഷെ ആനയായാലും ഒരു ആനയോ പശുവോ എല്ലാം കാണാൻ ഒരേപോലെയോ അല്ലെങ്കിൽ ക്വാളിറ്റിയിൽ ഒരേപോലെയോ അല്ല. പക്ഷെ അവരുടെ എല്ലാം ഉള്ളില് ഒരു കാര്യം സിമിലർ ആണ്. എല്ലാവരുടെ ഉള്ളില് ഭഗവാനുണ്ട്, സോളുണ്ട്. അപ്പൊ എല്ലാവരെയും ഒരേപോലെ കാണണം. അപ്പൊ അത് മനസ്സിലാക്കാനുള്ള രണ്ട് കുഞ്ഞു കഥകളാണ് ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത്. എന്തെങ്കിലും മനസ്സിലാവാത്തുണ്ടെങ്കിൽ പറയണേ. ഇത് വാരണാസി എന്ന് പറഞ്ഞ ഒരു സ്ഥലം, നമ്മുടെ ഇന്ത്യയില് വാരണാസി എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അവിടെ ശങ്കര എന്ന് പറഞ്ഞ ഒരു സന്യാസി ഉണ്ടായിരുന്നു. അദ്ദേഹം ഒരു ദിവസം ഗംഗാ നദിയിൽ പോയി കുളിക്കാൻ പോയി. ഗംഗാ നദി കേട്ടിട്ടുണ്ടോ എല്ലാരും? അറിയാമോ ഗംഗാ നദി? ഗംഗാ നദിയില് സന്യാസിമാര്, ഭക്തര്, ഒരുപാട് പേര് ഗംഗാ സ്നാനം ചെയ്യാനായിട്ട് പോകാറുണ്ട്. അപ്പൊ ഇതേപോലെ ഈ ശങ്കര എന്ന് പറഞ്ഞ ആൾ ഒരിക്കൽ ഗംഗാ സ്നാനം ചെയ്ത് ശുദ്ധനായിട്ട് ഇങ്ങനെ നല്ല ക്ലീൻ ആയിട്ട് തിരിച്ചു വരുന്ന സമയത്ത് അതുവഴി ഒരു വ്യക്തി, ഇങ്ങനെ ചണ്ടാളൻ ഒരു വ്യക്തി, ഇങ്ങനെ കുറെ ഒട്ടും ക്ലീൻ അല്ലാത്ത 3-4 നായക്കുട്ടികളുടെ കൂടെ ഇങ്ങനെ പോവായിരുന്നു. അപ്പം ഈ ശങ്കരൻ വിചാരിക്കും, ഞാൻ ഇപ്പൊ നദിയിൽ പോയി കുളിച്ച് നല്ല ശുദ്ധനായിട്ട് വന്നതല്ലേ, പറയും മാറി നിൽക്കെന്ന് പറയും ഇയാളുടെ അടുത്ത്. അപ്പം അദ്ദേഹം മാറിയില്ല. ഈ ശങ്കരൻ വിചാരിക്കും, ഇത് മാറാതെ നിൽക്കുന്നത്, ഞാൻ ഒരു ബ്രാഹ്മണനല്ലേ, ഇദ്ദേഹത്തെ തൊട്ടാ ഞാൻ അശുദ്ധനാവും, അതുകൊണ്ട് മാറി നിൽക്കൂന്ന് പറയും. പക്ഷെ ആ ചണ്ടാളം പറയും, ഓ ബ്രാഹ്മണ, എന്തിനാ എന്നോട് മാറി നിൽക്കാൻ പറയുന്നത്, ഞാനും നീയും ഒരേപോലെ അല്ലേന്ന് പറയും. അപ്പൊ അദ്ദേഹം വിചാരിക്കും, അതെങ്ങനെ ഞാനും ഈ ചണ്ടാളനും ഒരേപോലെ ആവും? മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഞാൻ ഈ ചണ്ടാളനും എങ്ങനെ ഒരേപോലെ ആവും എന്ന് വിചാരിക്കുന്ന സമയത്ത് ഈ അദ്ദേഹം പറയും ബ്രാഹ്മണന്റെ അടുത്ത്, എന്റെ ഉള്ളിലും അങ്ങയുടെ ഉള്ളിലും എന്താണുള്ളത്? ആത്മാവുണ്ട്. നമ്മൾ രണ്ടുപേരും ഈ ശരീരം വെച്ചിട്ടല്ല അറിയപ്പെടേണ്ടത്. നമ്മുടെ ഉള്ളിൽ, ഞങ്ങൾ രണ്ടുപേരുടെ ഉള്ളിലും ആത്മാവുണ്ട്. ആത്മാവ് ആധ്യാത്മികമായിട്ടാണ് ആത്മാവിനെ നമ്മൾ റെക്കഗ്നൈസ് ചെയ്യുന്നത് എന്ന് പറയുന്നത്. ശങ്കരൻ, അദ്ദേഹം ഒരു ബ്രാഹ്മണനായിട്ട് പോലും അദ്ദേഹത്തിന് ഈ ഒരു അറിവ്, ഈ ഒരു
റിയലൈസേഷൻ ഉണ്ടായിരുന്നില്ല. അപ്പൊ അദ്ദേഹം ഭയങ്കര അതിശയാവും ഈ ചണ്ടാളന്റെ സംസാരം കേട്ടിട്ട്. അപ്പൊ അദ്ദേഹത്തിന് മനസ്സിലാവും ഇതൊരു സാധാരണ മനുഷ്യനല്ല, വേറെ ആരോ ആണ്, ഏതോ ദിവ്യ കഴിവുള്ള ആരോ ആണ് എന്നിങ്ങനെ വിചാരിക്കുന്ന സമയത്ത് ആ ചണ്ടാള വേഷത്തിൽ വന്നത് ശരിക്കും ലോർഡ് ശിവയായിരുന്നു. അദ്ദേഹം വേഷം മാറി വന്നതാണ് ശങ്കരനെ ടെസ്റ്റ് ചെയ്യാനായിട്ട്, അദ്ദേഹത്തിന് ഈ കാര്യം പറഞ്ഞു കൊടുക്കാനായിട്ട്. എല്ലാ ആൾക്കാരെയും ഒരേപോലെ കാണണം, എല്ലാവരുടെ ഉള്ളില് ആത്മാവുണ്ട്, സ്പിരിറ്റ് സോൾ ഉണ്ട്. അപ്പൊ എല്ലാവരെയും നമ്മള് ആരും തമ്മില് വലിയ ആൾക്കാര് ചെറിയ ആൾക്കാര് ഇല്ല കളർ വെച്ചിട്ടോ അല്ല എന്തെങ്കിലും വെച്ചിട്ടോ ആരെയും നമ്മള് വേർതിരിച്ച് കാണരുതെന്ന് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ലോർഡ് ശിവ വന്ന് അദ്ദേഹത്തിന് പറഞ്ഞു കൊടുത്തതായിരുന്നു. ആദ്യത്തെ കഥ മനസ്സിലായോ എല്ലാവർക്കും? അന്നയ്ക്ക് മനസ്സിലായോ? പ്രണമ്യ മനസ്സിലായോ ആദ്യത്തെ കഥ? മനസ്സിലായി. മനസ്സിലായി. ഇനി നമുക്ക് രണ്ടാമത്തെ കഥ കേൾക്കാം. ഒരു പ്രസാദം ഡിസ്ട്രിബ്യൂഷൻ ചെയ്ത ഒരു രാജാവിന്റെ കഥയും കൂടെ കേൾക്കാം. അദ്ദേഹത്തിന്റെ പേര് രന്തി ദേവ എന്നായിരുന്നു. പണ്ട് വളരെ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നതും ജനങ്ങൾക്കും പ്രജകൾക്കൊക്കെ ഒരുപാട് നന്മ മാത്രം ചെയ്യുന്ന ഒരു രാജാവായിരുന്നു രന്തി ദേവ. അദ്ദേഹത്തിന് എല്ലാവരുടെ അടുത്തും കരുണ ഉണ്ടായിരുന്നു. ആരെന്ത് വന്ന് ചോദിച്ചാലും കരുണയോടെ അവർക്ക് ചെയ്തു കൊടുക്കുന്ന ഒരു സ്വഭാവമുള്ള രാജാവായിരുന്നു. ഒരുപാട് ദാനധർമ്മങ്ങളും ഒക്കെ ചെയ്യുമായിരുന്നു. അദ്ദേഹത്തിന്റെ കുടുംബത്തിനും അദ്ദേഹത്തിനും കഷ്ടപ്പാടുണ്ടായാലും അദ്ദേഹം ഇതൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ അങ്ങനെ സാധാരണ രാജാക്കന്മാർക്ക് ഒരുപാട് സമ്പത്തും മറ്റുള്ളവരുടെ സമ്പത്ത് പിടിച്ചെടുക്കുക അങ്ങനെയെല്ലാം ചെയ്യുന്ന രാജാക്കന്മാരും ഉണ്ട്. ഈ രാജാവ് മറ്റുള്ളവരുടെ ഒന്നും പിടിച്ചെടുക്കാൻ താല്പര്യപ്പെടാതെ സ്വന്തം കയ്യിലുള്ളത് ദാനം ചെയ്യാനായിട്ട് താല്പര്യപ്പെടുന്ന ഒരു രാജാവായിരുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ വീട്ടിൽ ആര് വന്ന് എന്ത് ചോദിച്ചാലും അദ്ദേഹം കൊടുക്കാനും ഇഷ്ടമായിരുന്നു. അങ്ങനെ ഒരു ദിവസം അദ്ദേഹം 48 ദിവസം ആഹാരം കഴിക്കാതെ വ്രതം എടുത്തു. നമുക്കൊക്കെ നമ്മൾ എത്ര നേരം നമുക്ക് ആഹാരം കഴിക്കാതിരിക്കാൻ പറ്റുമോ ആർക്കെങ്കിലും ഒരു ദിവസം? പറ്റുമോ? ഇല്ല. നമുക്ക് എല്ലാ ദിവസവും ആഹാരം വേണ്ടേ അല്ലേ? നമുക്ക് സർവൈവ് ചെയ്യണം, നമ്മുടെ ബോഡി വർക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ആഹാരം കഴിക്കണം. നമുക്ക് ആഹാരം കഴിക്കാതെയോ വെള്ളം കുടിക്കാതെയോ നമുക്ക് സർവൈവ് ചെയ്യാൻ പറ്റില്ല. ഈ രാജാവ് 48 ദിവസം ഫാസ്റ്റ് ചെയ്തു. അങ്ങനെ 49th ഡേ വന്നപ്പം ഫാസ്റ്റ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി ആഹാരം പാകം ചെയ്ത് ഭഗവാന് നിവേദിച്ച് വെച്ചിരുന്നു. കുറച്ച് പാലിനകത്ത് അരിയും നെയ്യും ഒക്കെ വെച്ച് ഒരു സ്വീറ്റ് പോലെ ഉണ്ടാക്കി അദ്ദേഹം ഭഗവാന് നിവേദിച്ച് കഴിക്കാനായിട്ട് വെച്ചിരുന്നു. ഇതിങ്ങനെ റെഡിയാക്കി വെച്ചിരുന്ന സമയത്ത് അവിടെ ഒരു ബ്രാഹ്മണൻ വന്നു പറഞ്ഞു, എനിക്ക് ഒരുപാട് വിശക്കുന്നു, എനിക്കും കൂടെ ആഹാരം തരുമോ എന്ന് ചോദിച്ചു. ഇദ്ദേഹം നല്ലൊരു രാജാവും ഒരുപാട് ചാരിറ്റി ചെയ്യുന്ന ആളും ആയിരുന്നതുകൊണ്ട് അദ്ദേഹത്തിന് വേണ്ടി വെച്ചിരുന്ന ആഹാരവും ഷെയർ ചെയ്തു, ഈ ബ്രാഹ്മണന് കൊടുത്തു. അപ്പം അത് കൊടുത്ത് ഇനി കുറച്ച് ആഹാരമേ ബാക്കിയുള്ളൂ. നമുക്കങ്ങനെ ചെയ്യാൻ പറ്റുമോ? നമ്മൾ നമുക്ക് വേണ്ടി വെച്ചിരിക്കുന്ന ആഹാരം ആരെങ്കിലും നമ്മുടെ അടുത്ത് വന്ന് ചോദിക്കുമ്പോൾ നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റുമോ? നമുക്ക് വിശക്കില്ലേ അല്ലേ? നമ്മൾ എപ്പോഴും നമ്മളെ കുറിച്ചും ചിന്തിക്കില്ലേ, എനിക്ക് വിശന്ന എന്ത് ചെയ്യും, ഞാനിത് കൊടുത്താ, അങ്ങനെ നമ്മൾ ചിന്തിക്കുന്നു. പക്ഷെ ഈ രാജാവ് അങ്ങനെ ചിന്തിക്കാതെ അദ്ദേഹത്തിന്റെ വേണ്ടി മാറ്റി വെച്ചിരുന്ന ആഹാരം കൊടുത്തു. ഇനി ബാക്കി വളരെ കുറച്ച് ഭക്ഷണം ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിക്കാമെന്ന് വിചാരിച്ചപ്പം ഒരു ഭിക്ഷ യാചിക്കുന്ന ഒരാൾ അവിടെ വന്നു പറഞ്ഞു, ഞാൻ ആഹാരം കഴിച്ചിട്ട് ഒരുപാട് ദിവസമായി, എനിക്ക് ആഹാരം തരുമോ എന്ന് ചോദിച്ചു. അപ്പം ആദ്യം വന്നത് ആരായിരുന്നു? ഭക്ഷണം ചോദിക്കാൻ ആദ്യം വന്ന ആരായിരുന്നു? ആർക്കെങ്കിലും പറയാമോ? ആദ്യം ഒരു ബ്രാഹ്മണൻ വന്നു. രണ്ടാമത് വന്ന ആരാണെന്ന് പറയാമോ ആർക്കെങ്കിലും? രണ്ടാമതൊരു ഭിക്ഷക്കാരനായിരുന്നു വന്നത്. പക്ഷെ ഈ രാജാവ് രണ്ടുപേരെ ഒരേപോലെയാണ് കണ്ടത്. ഒരു ബ്രാഹ്മണനായ വലിയൊരാള് വന്നപ്പോഴും ഭിക്ഷക്കാരനായ കഷ്ടപ്പെടുന്ന ഒരാൾ വന്ന സമയത്തും ഒരേപോലെ അദ്ദേഹത്തിന്റെ ആഹാരം അദ്ദേഹം ഷെയർ ചെയ്തു. ഇനി ബാക്കി കുറച്ച് ആദ്യം ബ്രാഹ്മണന് കൊടുത്തതിന്റെ ബാക്കി കുറച്ച് ആഹാരം ഉണ്ടായിരുന്നത് ഭിക്ഷക്കാരനും കൊടുത്തു. ഇദ്ദേഹവും പോയ സമയത്ത് ഒരു പ്രജ, ആ രാജ്യത്തെ ഒരു പ്രജ കുറച്ച് നായക്കുട്ടികളെയും കൊണ്ട് വന്നു. എന്നിട്ട് പറഞ്ഞു, എനിക്കും എന്റെ ഈ നായ്ക്കുട്ടികൾക്കും വിശക്കുന്നുണ്ട്. ഇനി ഒരു വളരെ കുറച്ച് ഭക്ഷണമേ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ. അതും അദ്ദേഹം ഈ വന്ന ആ പ്രജയ്ക്കും അദ്ദേഹത്തിന്റെ നായ്ക്കുട്ടികൾക്കും കൊടുത്തു. ഇനിയിപ്പം
ആ വീട്ടിലെ ആഹാരം മൊത്തം അദ്ദേഹം അന്ന് പാകം ചെയ്ത ആഹാരം മൊത്തവും തീർന്നു. ഇനി കുറച്ച് വെള്ളം മാത്രമേ ബാക്കിയുള്ളൂ. അതും ഒരാൾക്ക് കുടിച്ച് ദാഹം ശമിപ്പിക്കാൻ പറ്റുന്ന അത്രയും വെള്ളം. ഇനി ആ വെള്ളം മാത്രമെങ്കിലും കുടിച്ച് ഇന്നത്തെ വ്രതം മുറിക്കാന്ന് പറഞ്ഞ് അദ്ദേഹം ഇരുന്ന സമയത്ത് വളരെ ക്ഷീണിച്ച് അവശനായ ഒരു വ്യക്തി അതുവഴി വരും. അദ്ദേഹം കുറെ അധികം നാളായിട്ട് ഭക്ഷണമോ വെള്ളമോ കിട്ടാതെ കഷ്ടപ്പെടുന്ന ഒരാളാണെന്ന് രാജാവിന് കണ്ടപ്പോ തോന്നി. അപ്പം എന്നിട്ട് വന്ന് രാജാവിനോട് ചോദിച്ചു, രാജാവേ, എനിക്ക് വെള്ളം പോലും കിട്ടാതെ ഞാൻ മരിക്കുന്ന അവസ്ഥയിലെത്തി. ഇനി വെള്ളം കിട്ടിയില്ല, എന്റെ ശരീരം ഞാൻ ശരീരം ഉപേക്ഷിക്കേണ്ടി വരും, എനിക്ക് അത്രയ്ക്ക് ഞാൻ അവശനാണ് എന്ന് പറയും. ഈ രന്തിദേവൻ ഭഗവാന്റെ അടുത്ത് പ്രാർത്ഥിക്കും, ഭഗവാനെ, ഈ ഇദ്ദേഹത്തിന്റെ കഷ്ടപ്പാട് കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് അദ്ദേഹം അനുഭവിക്കുന്ന ആ കഷ്ടപ്പാടുകൾ മൊത്തം ഞാൻ അനുഭവിക്കാൻ തയ്യാറാണ്. എന്നിട്ട് തന്റെ കയ്യിൽ ഉണ്ടായിരുന്ന വെള്ളവും ആ ആൾക്ക് കൊടുത്തു. എന്നിട്ട് അദ്ദേഹം അനുഭവിക്കുന്ന കഷ്ടപ്പാടുകൾ ഞാൻ അനുഭവിക്കാം എന്ന് ഭഗവാന്റെ അടുത്ത് പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നത്. ശരിക്കും ഈ രാന്തിദേവനും ഈ ഫാസ്റ്റ് ചെയ്ത് അദ്ദേഹം മരണത്തിന്റെ അവസ്ഥയിൽ എത്തി നിൽക്കുകയാണ്, ആഹാരമോ വെള്ളമോ ഒന്നും ഇല്ലാതെ. എന്നിട്ട് പോലും മറ്റൊരാള് വന്ന് അദ്ദേഹത്തിനെ ഹെൽപ്പ് ചെയ്യാനാണ് ഈ രാജാവ് നോക്കുന്നത്. ആ സമയത്ത് ഈ ആദ്യം വന്ന ബ്രാഹ്മണനും രണ്ടാമത് വന്ന ഭിക്ഷക്കാരനും മൂന്നാമത് ഒരാള് നായ്ക്കുട്ടികളെ കൊണ്ട് വന്നതും ഏറ്റവും അവസാനം വെള്ളം യാചിച്ചു വന്ന എല്ലാവരും ദേവതകളായിരുന്നു. ബ്രഹ്മാവും ശിവനും ദേവതകൾ എല്ലാവരും ഈ രാജാവ് ശരിക്കും ഇങ്ങനെ ദാനം ചെയ്യാൻ താല്പര്യമുള്ള ആളാണോ എന്ന് ടെസ്റ്റ് ചെയ്യാൻ വന്നതാണ്. സാധാരണ നമ്മളെല്ലാവരും നമ്മൾ നല്ല അവസ്ഥയിൽ ഇരിക്കുമ്പം നമുക്ക് എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്യാനോ മറ്റുള്ളവർക്ക് കൊടുക്കാനോ ഒക്കെ നമുക്ക് എളുപ്പമാണ്. പക്ഷെ നമ്മൾ കഷ്ടപ്പെട്ടിരിക്കുന്ന അവസ്ഥയിലോ നമ്മൾ അഫക്റ്റഡ് ആയിരിക്കുന്ന നമ്മുടെ ശരീരം ബുദ്ധിമുട്ടുകളിൽ കൂടി പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് മറ്റുള്ളവരെ സഹായിക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. നമ്മുടെ എപ്പോഴും ഉള്ള ഭാവം ഇതുപോലെ ചാരിറ്റി ആണ്, അല്ലെങ്കിൽ എപ്പോഴും നമുക്ക് ദാനം ചെയ്യാൻ ഇഷ്ടമാണ് എന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റൂ. അല്ലെങ്കിൽ നമ്മൾ സഫർ ചെയ്യുന്ന സമയത്ത് എപ്പോഴും നമ്മൾ നമ്മുടെ ബോഡിയെ കുറിച്ചും നമ്മുടെ ശരീരത്തിനെ എങ്ങനെ ഒരു നല്ല അവസ്ഥയിലോട്ട് കൊണ്ടുപോകാന്നാണ് നമ്മൾ ചിന്തിക്കുകയുള്ളൂ. പക്ഷെ ആ ഒരു ഈ രാജാവില് ഉള്ള ചാരിറ്റിയും അദ്ദേഹത്തിന്റെ ഈ നല്ല നന്മ ചെയ്യുന്ന ഭാവത്തിനെയും ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ദേവതകൾ വന്നതായിരുന്നു. ഈ രാജാവ് അതെല്ലാം പാസ് ചെയ്തു. കാരണം അതേ എല്ലാ സിറ്റുവേഷനിലും സ്വന്തം ശരീരം വിട്ടുപോകുന്നുള്ള സിറ്റുവേഷനിൽ പോലും ദാനം ചെയ്യാനും മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാനും റെഡിയാണെന്ന് എല്ലാ ദേവതകൾക്കും ഒക്കെ മനസ്സിലായി. അവരെല്ലാം ഈ ടെസ്റ്റ് അദ്ദേഹം പാസ്സായ ശേഷം അദ്ദേഹത്തിന് അവരുടെ റിയൽ ഫോം കാണിച്ചു കൊടുക്കും. എന്നിട്ട് അദ്ദേഹത്തിനെ ബ്ലസ് ചെയ്യും. ഈ ദേവതകളെല്ലാം അദ്ദേഹത്തിനെ ബ്ലസ് ചെയ്യും. ശരിക്കും ഭഗവാൻ എന്തുകൊണ്ടാണ് ഭഗവാന്റെ നല്ല ഭക്തരെ ഇങ്ങനത്തെ ടെസ്റ്റുകളിൽ കൂടെ കടത്തി വിടുന്നതെന്നുള്ള ഒരു ലെസണും കൂടെ നമുക്ക് ഈ സ്റ്റോറിയിൽ നിന്ന് കിട്ടും. ഭഗവാന്റെ ശുദ്ധ ഭക്തരുടെ വലിപ്പം, അവരുടെ ഗ്രേറ്റ്നെസ് എല്ലാവർക്കും മനസ്സിലാവാനും കൂടെ വേണ്ടിയാണ്. ഇത് കേൾക്കുമ്പോൾ നമുക്ക് തോന്നില്ല, എന്ത് നല്ല രാജാവ്, ഈ എല്ലാ അവസ്ഥയിലും ദാനം ചെയ്യാനും ഒക്കെ റെഡി ആയിരുന്ന ഒരു രാജാവ്. അപ്പൊ നമ്മളെല്ലാവരും അദ്ദേഹത്തെ ഗ്ലോറിഫൈ ചെയ്യും. ഭഗവാന്റെ ഒരു ഭക്തൻ ഗ്ലോറിഫൈഡ് ആവാൻ വേണ്ടിയും കൂടെയാണ് ഭഗവാൻ ഇങ്ങനെ ഒരു ടെസ്റ്റിൽ കൂടെ ഭഗവാന്റെ ഭക്തരെ കടത്തിവിടുന്നത്. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം കൂടെയാണ്, എല്ലാ ജീവജാലങ്ങളും ഭഗവാന്റെ മക്കളാണ്. അവരവരുടെ കർമ്മം അനുസരിച്ച് അവര് ഓരോ ശരീരത്തില് ജന്മം എടുത്തിരിക്കുന്നതാണ്. പക്ഷെ നമ്മൾ അവരോടൊക്കെ പെരുമാറുമ്പോൾ എല്ലാവരുടെ അടുത്തും നമ്മൾ ഒരേപോലെ ഒരേ രീതിയിൽ അവരെല്ലാം ഭഗവാന്റെ മക്കളാണെന്നുള്ള രീതിയിൽ അവരെ ട്രീറ്റ് ചെയ്യണം. അതാണ് നമുക്ക് ഈ ഒരു സ്റ്റോറി, ഈ രണ്ട് കഥകളെന്ന് മനസ്സിലായത്. എല്ലാവർക്കും മനസ്സിലായോ? കേൾക്കാമോ? പ്രണമ്യ, അനൈ ഉണ്ടോ? മനസ്സിലായി മാതാജി. മനസ്സിലായി. ഓക്കെ. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടോ? ഇല്ലെങ്കിൽ നമുക്ക് ആ ശ്ലോകം 2-3 തവണയും കൂടെ പഠിച്ചിട്ട് നമുക്ക് ആ ശ്ലോകം 2-3 തവണയും കൂടെ പറയാം. എല്ലാവരും കൂടെ പറയണേ. വിദ്യാവിനയ സമ്പന്നേ ബ്രാഹ്മണേ ഗവിഹസ്തിനി സുനീചൈവ സ്വപാകേ ച പണ്ഡിതഃ സമദർശിനഃ വിദ്യാവിനയ സമ്പന്നേ ബ്രാഹ്മണേ ഗവിഹസ്തിനി സുനീചൈവ സ്വപാകേ ച
പണ്ഡിതഃ സമദർശിനഃ. അപ്പൊ ഇന്നത്തെ കഥയെന്ന് എന്ത് മനസ്സിലായി എന്ന് അനൈ പറയോ? അനൈക്ക് എന്താ മനസ്സിലായത്? ഞാൻ ഒന്ന് കേട്ടു നോക്കട്ടെ. എല്ലാവരും ഒരുപോലെ കാണണം. എന്തുകൊണ്ടാണ്? എല്ലാവരുടെ ഉള്ളില് ആരുണ്ട്? ഭഗവാനുണ്ട്. ഭഗവാനുണ്ട്. ഇതിനാണ് സ്പിരിച്വൽ വിഷൻ. ഈ ഒരു നല്ല ഗുണമാണ് ഇന്ന് നമ്മൾ പഠിച്ചത്. കഴിഞ്ഞ ആഴ്ച നമ്മൾ പഠിച്ച ഡിറ്റർമിനേഷൻ. എങ്ങനെ നിശ്ചയദാർഢ്യത്തോടെ നമ്മൾ എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യുന്ന ചെറിയ കാര്യങ്ങളാണെങ്കിൽ പോലും എല്ലാം ഒരു ഗോളിനെ അച്ചീവ് ചെയ്യാൻ, ഒരു ലക്ഷ്യം വെച്ചിട്ട് എപ്പോഴും ഒരേപോലെ തുടർന്നുകൊണ്ടിരിക്കണം, പല രീതിയിൽ പോവാതെ. അങ്ങനെയാണ് കഴിഞ്ഞ ആഴ്ച നമ്മൾ പഠിച്ചത്. ഈ ആഴ്ചത്തെയാണ് ആത്മീയമായിട്ട് എങ്ങനെ നമ്മൾ മറ്റുള്ളവരുമായിട്ട് പെരുമാറണം, എങ്ങനെ നമ്മൾ അവരെ കാണണം എന്നുള്ളത്. പ്രണമ്മയ്ക്ക് എന്ത് മനസ്സിലായി പറയോ? നോക്കി കഥ കേട്ടപ്പോ ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടോ? ഓക്കെ. മോള് ചിന്തിച്ചു വെക്കണേ, ഈ കഥയിൽ എന്ത് മനസ്സിലായി. ഇനി അടുത്ത ആഴ്ച ചോദിക്കുമ്പോ പറഞ്ഞു തരണേ കേട്ടോ. കാർത്തിക്, മോന്റെ പേരെന്താ? കാർത്തിക് എന്നാണോ പേര്? പേര് പറ. എന്റെ പേര് ദേവിക. ഒന്നും മനസ്സിലായില്ല, സോറി. വിവിക്. മോന് കഥ മനസ്സിലായോ? ഇഷ്ടപ്പെട്ടോ ഇന്നത്തെ കഥ? ഇഷ്ടപ്പെട്ടോ? ഓക്കെ. മോന് അടുത്ത ആഴ്ച വരുമ്പോ മോന് ഈ കഥയിൽ എന്ത് മനസ്സിലായി എന്ന് പറഞ്ഞു തരണേ. ഓക്കെ, താങ്ക് യു. അപ്പൊ നമുക്ക് ഇന്നത്തെ സെഷൻ ഇവിടെ എൻഡ് ചെയ്യാം. അടുത്ത ആഴ്ച നമുക്ക് പുതിയൊരു ക്വാളിറ്റി പഠിക്കാം. നമുക്ക് 3 തവണ ഹരേ കൃഷ്ണ മഹാമന്ത്രം പറഞ്ഞിട്ട് വിടാം. ഓക്കെ, എല്ലാരും ഒരുമിച്ച് ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ശരി, എല്ലാവർക്കും ഹരേ കൃഷ്ണ. അടുത്ത ആഴ്ച വരണേ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു ആര്യ. ഹരേ കൃഷ്ണ.